Audience. കഥക്കൊക്കെ തുറന്നു കിടക്കും. ഇവിടെ ആരെയും കാണുന്നില്ലല്ലേ? ഈ ബാഗൊന്നും എടുത്ത് ആരെയും കാണുന്നില്ലല്ലോ. എടാ കനകോ, എടാ ക്ലീറ്റസേ, എടാ ഈ ബാഗൊന്നും എടുത്ത് അകത്തോട്ട് വെക്കേ. നല്ല ദൈവം. ആരാ? ഓ യവനാണോ അവൻ? അല്ലടാ നിനക്ക് ഇത്തിരി മുടി കൂടുതലാണെന്ന് ഞാൻ കേട്ടു. പക്ഷെ ഇത്രയും മുടിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പോണം, പൈസ ഒന്ന് തരൂ. എടാ കേൾക്കടാ അവിടെ ആ മുട്ട ബ്ലോക്കിൽ കിടന്നപ്പോൾ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പാണോ തരും? ഈ ക്ലീറ്റസ് അങ്ങളുടെ വേറെ ഏതെങ്കിലും കുഞ്ഞമ്മച്ചിയാണോ? ഏത് കുഞ്ഞമ്മച്ചി? വല്ല ഈ അലപ്പും ബഹളം കണ്ടപ്പോ. അമ്മ അമ്മേ, ഇതെന്താണ് വിളിക്കാതെ പോകുന്നത്? നീ എന്നെ അത്ര വിളിച്ച് നിന്നെ വിളിക്കാൻ? എടാ അമ്മ എന്താന്ന് അമ്മാന്ന് വിളിക്കാൻ? നിനക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? മനസ്സിലാക്കുന്നത് അല്ലേ? ഇപ്പൊ എന്ത് വർത്താനം പറഞ്ഞ വിളിച്ചില്ലാന്ന് പറഞ്ഞെന്താ? എന്നെ ആരും വിളിച്ചില്ല. എന്നാ കേക്കട വിളിച്ചില്ല. എല്ലാ ദിവസം വിളിക്കുന്നല്ലേ? നീ ആ ഓട്ടോക്കാരന് പൈസ കൊടുക്കാം. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഇതിന്റെ കാര്യം ഒരു ദിവസം ഒരു 3 ദിവസം വിളിച്ചു കാണും. അല്ല പിന്നെ നീ എന്നെ എപ്പോഴും വിളിക്കാറുണ്ടോ? എത്ര നാളായെന്നറിയാമോ? ഡെയിലി വിളിക്കാറില്ല. അപ്പൊ 4 നേരം അമ്മേനെ ചോറിനോ പോലെ വിളിക്കണോ? 4 നേരം ചോറിനും കണക്ക് വിളിക്കണമെന്നൊന്നും പറയുന്നു. അമ്മയ്ക്ക് അവിടെ നിന്ന് പോരാൻ പറ്റായിട്ടില്ല. ഞങ്ങളുടെ കുഴപ്പമാണോ? വരൂലെന്ന് എന്റെ കുഴപ്പം തന്നെ. ഇത് പുതിയ സെറ്റ്. എങ്ങോട്ട് പോണടാ? അല്ല ഞാൻ കോളേജിൽ പോവാൻ. പിന്നെ ഇറങ്ങി പോടാ. പോണ്, ഞാൻ പോണ്, പോയിച്ചേരാം. മനസ്സിലായി, നമുക്ക് കാര്യമായിട്ട് പരിചയപ്പെടാം കേട്ടോ. ശരി എന്നാ. ആണല്ലേ? ഇതേതാ ഈ സെറ്റ് സാരി? ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല? എന്നാ പിന്നെ ഞാൻ അങ്ങ് പോയതിനു ശേഷം പുതിയതല്ല എടുത്ത് വെച്ചിട്ടുണ്ടോ? പിന്നെ അവള് കണ്ടില്ലെന്ന് പറഞ്ഞത്. നിന്റെ പെണ്ണുപിള്ള എവിടെയാ? എന്റെ ശബ്ദം കേട്ടിട്ട് അവൾ ഇങ്ങോട്ട് കാണുന്നില്ല. അടുക്കളയിൽ ദോശമാവായിട്ട് മൽപ്പിടുത്തം പിടിച്ചോണ്ടിരിക്കുക. ദോശയാണെന്ന് അമ്മ വീടിന്റെ ഐശ്വര്യം വന്നല്ലോ. എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? അല്ല മുന്നറിയിപ്പില്ല. എന്റെ വീട്ടിൽ എപ്പോ വരണം, എങ്ങനെ വരണം, എന്തിനു വരണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. മനസ്സിലായല്ലോ? നീ ഇവിടെ പറഞ്ഞത് ദഹനക്കേട്. ഒരു സോഡ കാര്യങ്ങളും കുടിക്കണം. വരുന്നോ? എരി വിട്ടോണം അടിക്കാം. അയ്യോ കാര്യമൊന്നുമില്ലെങ്കിൽ അവനെ ചോദിക്കാനെങ്കിലും തോന്നിയല്ലോ. എന്റെ ദൈവമേ, ക്ലീറ്റസ് എവിടെയാടി? എന്റെ പൊന്നെ, അതിന്റെ കാര്യം ഇന്നതേ അടുത്ത തലവേദന ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പുകൂട്ടൻ സാറ് വിളിച്ച് നല്ല ചീത്ത പറഞ്ഞു. കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു വാഹനജാഥ ഉണ്ടായില്ലേ, അതിന് പിരിവ് നടത്തിയായിരുന്നു. അപ്പൊ അതിന്റെ കണക്ക് കൊടുത്തിട്ടില്ല ക്ലീറ്റോ. ഇപ്പൊ അരമണിക്കൂറിനുള്ളിൽ കണക്കേൽപ്പിക്കണോന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന ബില്ലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക. എനിക്ക് പണിയുണ്ടമ്മ. അമ്മ കയറിച്ചില്ല, ഞാൻ വരാം. അമ്മ വന്നെങ്കിൽ ഒരു തടുക്കെടുത്തും കൂടി ഇട്ട് കൊടുക്കും. തടുക്കിൽ ഒരുപാട് ഇരുന്നിട്ടുള്ള അടി ഞാൻ. അയ്യോ അമ്മയാ, ഞാൻ കരുതി. നീ എന്തോ കരുതി? അപ്പുറത്തെ തമ്പിയുടെ അമ്മയാണെന്ന് കരുതിയ? അതല്ലമ്മ, ഞാൻ വിചാരിച്ച ഏട്ടൻ എന്നെ പറ്റിക്കുവാന്ന്. സത്യമായിട്ട് അമ്മ വന്നത് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറ്റിക്കുമോ? എനിക്കറിയാല്ല. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. ഞാൻ വിചാരിച്ച ഏട്ടൻ എന്നെ പറ്റിക്കുവാണെന്ന്. പിന്നെ അമ്മ അവിടെ എത്ര ഞാൻ കേട്ടില്ലെന്ന്. ഏട്ടൻ്റെ ഇവിടം ചൊറിഞ്ഞിട്ടാ. ഭയങ്കര കൊതുകാന്ന് തോന്നുന്നു. അവിടെ അല്ല, അവിടെ അല്ല, കുറച്ച് ലെഫ്റ്റ്. മേളില് കയ്യൊന്ന് അമർത്തി ചൊറി കേട്ടോ. താഴെ. ഓ എന്റെ ആ ടാപ്പ് തുറന്നേ. ഞാൻ കൈ കഴിയിട്ട് ചൊറിഞ്ഞോളാം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ വെള്ളമില്ലേ? ഏട്ടന് പോയി സ്വിച്ചിട്ടെ മോട്ടറിന്റെ. വെള്ളം ഉണ്ടായില്ല എന്നൊക്കെ അന്വേഷിച്ചിട്ടല്ലേ മാവിലൊക്കെ കൈയിട്ട് ബുക്കണ്ടത്. എന്നാൽ നാളെ തൊട്ട് ഞാനൊരു കാര്യം ചെയ്യാം. നേരം വെളുക്കുമ്പോൾ തന്നെ പെരപ്പുറത്തോട്ട് കയറി ടാങ്കിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങാതെ നല്ലത്. ഇപ്പൊ ചൊറിഞ്ഞാൽ തീരുമല്ലോ. എവിടെയാണ് ഇതിന്റെ? വേണ്ട, ഞാൻ ചൊറിഞ്ഞോളാം. ഏട്ടനൊന്ന് പോയി സ്വിച്ച് ഇട് പോ. എടാ കനക, പൈപ്പിൽ വെള്ളമില്ല. എടാ ഒന്ന് പോയി മോട്ടർ ഇടുന്നേ. ചെല്ലേട്ടാ ഒന്ന്. ക്ലീറ്റോ ചത്ത. ക്ലീറ്റോ, നിങ്ങൾ അവിടെ എന്തെടുക്കുക?
ഞാൻ ഇവിടെ കണക്ക് നോക്കിക്കൊണ്ട് അത്യാവശ്യ കണക്കുകൾ എത്തിക്കാനുള്ള സാധനം നോക്കിക്കൊണ്ട്. വെള്ളമില്ലേ? വെള്ളമില്ല. മഴ വേണം, മഴ പെയ്താലേ ഡാമിൽ വെള്ളം നിറയുള്ളൂ, എന്നാലേ വെള്ളം. ഇത് ഈ പുറത്തോണ്ടിരിക്കുന്ന ക്ലീറ്റോ പൈപ്പിൽ വെള്ളം വന്നില്ലാന്ന്. വെള്ളം നല്ല മോട്ടർ ഓൺ ചെയ്യാനുണ്ട്. അതാ ചെയ്യ്. ഈ കണക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഇനി എണീറ്റ് ഒന്ന് ആക്കിയാലേ ആവുള്ളൂ. ഒന്ന് അവിടെ വരെ നടന്നു പോയിട്ട് ഒന്നാ സ്വിച്ച് ഇങ്ങനെ കാണിക്കണേന് എന്തിനിപ്പോ അത് കഴിഞ്ഞിട്ടൊന്ന് നീ എഴുതിക്കോ. പറയണ സമയം മതി. നീ ഇപ്പൊ അവിടെ എത്തി നടക്കാതെ ഓൺ ചെയ്യാനുള്ള എനിക്ക് സമയം. അടുക്കളയിൽ പണിയുണ്ട്. ക്ലീറ്റോന് മാത്രം ചെയ്താൽ മതി കാര്യങ്ങള്. ഈ കണക്ക് എന്ന് പറയുന്നത് ചെറിയ കളിയല്ല. അപ്പോൾ കൊണ്ട് സാർ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞ കണക്കാണ്. ഇനിയിപ്പോൾ ആര് ജാവം കിടന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ എണീറ്റ് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത് തീർക്കാണ്ട്. എന്റെ ക്ലീറ്റോ ഈ കള്ളക്കണക്കിരുന്ന് ഇവിടെ ഇരുന്ന് എഴുതണ നേരത്ത് അത് പോയങ്ങ് ഇടാൻ പാടില്ല ക്ലീറ്റോ. അതെ, കള്ളക്കണക്കാണോ ഉള്ള കണക്കാണോ നീ അറിയേണ്ട വിഷയമല്ല. നിന്നെ ബാധിക്കണമല്ല. വെള്ളം നിന്നെ ബാധിക്കുന്ന വിഷയമാണ്. പോയി മോട്ടർ ഓൺ ചെയ്യും. പോ. എന്നെ മാത്രമല്ല തൊണ്ടയിൽ വെള്ളം ഒഴിക്കാനായിട്ടില്ല. ഞാൻ വെള്ളം കിട്ടാതെ ഞാൻ ചാമണിച്ചാവട്ടെ, പ്രശ്നമില്ല. ഒരു കണക്ക് സ്വസ്ഥത അറിയോ? ഞാൻ ഇത് ഒന്ന് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാണ് ഓരോ സൈഡിൽ നിന്ന്. വരുന്നുണ്ട്. അമ്മയും വന്നിട്ടുണ്ട്. നിങ്ങൾ അമ്മേനെ കാണാൻ പോയില്ലല്ലോ. പിന്നെ അമ്മ ഇപ്പോൾ സിനിമ അടിയല്ലേ വന്ന ഉടനെ പോയി ഞാനിപ്പോൾ കാണാൻ. എന്താ സിനിമ നടികളെ മാത്രമേ കാണാൻ ഞാൻ കണ്ടോളാം. അമ്മയൊക്കെ ഞാൻ കണ്ടോളാം. അമ്മ ഇനി ഓടി പോകുന്നില്ലല്ലോ. നോക്കിക്കോ. ഇതും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ശരിയാക്കുന്നു. ഓ കർത്താവനാണം. ഓ കൂട്ടി വെച്ചതെല്ലാം പോയി, എല്ലാം പോയി. നീ ഇതോടെ പോവാ? മോട്ടർ ഓൺ ചെയ്യാനായിട്ട് വെള്ളം തീർന്നു. ഞാൻ അതിനുവേണ്ടി വന്നതാ. ക്ലീറ്റോനോട് പറഞ്ഞപ്പോഴത്തേനും അപ്പുകൂടെ സാറിനെ പറ്റിച്ചോണ്ട് അവിടെ ഇരിക്കുക. ഞാനുണ്ട് ഇറങ്ങിയാണ്. മോട്ടർ ഇട്ടാ നിക്ക എനിക്ക് അടുക്കളയിൽ പണിയുണ്ടോ? നീ എന്തായാലും ഇറങ്ങിയില്ല. ഞാൻ പോയിട്ട് ഒരു ഷർട്ട് എൻ്റെ തിരക്കൊന്നും ഇവിടെ ആരുടെ പറഞ്ഞാൽ അവർക്കൊന്നും അറിയത്തില്ല. ഒരു മോട്ടർ ഇടാണ് എൻ്റെ കൈ പോയാലേ പറ്റുള്ളൂ. നീ എവിടെ പമ്പിച്ചോ കണക്കെടുത്തും ബേളമായിരുന്നു പറഞ്ഞിട്ട് ഇവിടെ നീ എങ്ങനെ അറിഞ്ഞത്? അപ്പക്കൊട്ട സാറിനെ വിളിച്ചെന്നാ കണക്ക് കാണിക്കണമെന്നാ. അതിനിടയ്ക്ക് അതും അങ്ങ് എത്തിച്ചല്ലേ പിടിച്ചു മേടിച്ചാ ചോദിച്ചു. അപ്പക്കൊട്ട സാറിന് ഞങ്ങൾ ഇപ്പോൾ നടത്തിയ ഒരു പരിപാടിയുടെ കണക്ക് കൊടുക്കാണ്ട് ഞാൻ ഇപ്പം എത്തിക്കാന്ന് പറഞ്ഞു. അതല്ലേ ഈ വെള്ളം നിറയണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തേക്കണം. ഇനി അതിന് എന്തിനാണ് ഇവരൊക്കെ? ഇവിടെ അതല്ലേ എല്ലാം നമ്മൾ തന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്റെ കണ്ണരിക്കുന്നല്ലടാ കരക. നീ കളിക്കാത്ത മോട്ടർ ഒന്നോണാകടാ. നീ എന്തുവാടാ കളിക്കുന്ന? അമ്മ ഓൺ ചെയ്ത് ഇപ്പൊ വരും. അമ്മ ഒന്ന് ക്ഷമിക്കും. ഇപ്പൊ വരും, വെള്ളം വരും. പിന്നെ ഇപ്പൊ വരും കുറെ നേരം. ഇപ്പൊ വരും. ഇടാ എന്റെ കണ്ണരിക്കുന്നതാണ് ഞാൻ തെമ്മാടി തരം പറയാ. ഓണാക്കടാ അമ്മ. 1 മിനിറ്റ് ഞാൻ മോട്ടർ ഓൺ ചെയ്ത് വെള്ളം കയറാനുള്ള സമയം എടുക്കൂലേ? വെള്ളം കയറുമ്പോ വെള്ളം വരും. അല്ലെ തന്നെ അമ്മ ഇത് ഒരു കാര്യം നോക്കണ്ടായിരുന്നു. വെള്ളം ഉണ്ടാകുന്ന നോക്കിട്ട് തലയിൽ കൂടെ സോപ്പ് വെച്ചാൽ പോരായിരുന്നു. ഞാൻ തലവഴി ഒന്നും പതപ്പിച്ചൊന്നുമില്ല. എന്റെ മുഖം ഒന്ന് കഴുകാൻ വേണ്ടി മുഖത്തൊരു ഒത്തിരി സോപ്പ് തേച്ചതാണ്. ഓ ഇത് കണ്ണ് നേരുന്നതാ. ഓ വരുന്നു. എന്തെങ്കിലും ചെയ്യാം. ഓ സ്വിച്ച് ഇട്ടാ? ചൊറിച്ചിനും അറിയാ. ചൊറിച്ചിട്ട് തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. ഏട്ടൻ പോയി സ്വിച്ച് ഇട്. സ്വിച്ച് ഒക്കെ ഇട്ടടേ. എന്നിട്ട് എന്താ വെള്ളം വരുന്നില്ലല്ലോ? അതിലെ മോട്ടറിന്റെ ശബ്ദം കേൾക്കുന്നില്ല. കറണ്ടല്ലേ? എന്റെ പൊന്നെ, ഒരു തുള്ളി വെള്ളമില്ല. ഞാൻ എന്റെ കൈ എങ്ങനെ കഴുകും? പാത്രത്തിലൊക്കെ വേറെ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ അങ്ങനെ എടുത്തു വെക്കുവോ നമ്മള്? പൈപ്പിൽ കൂടെ വെള്ളം വരികയല്ലേ? ഇതല്ലേ അമ്മ എപ്പോഴും പറയാം, പാത്രത്തിൽ എപ്പോഴും വെള്ളം കരുതി വെക്കണമെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, പാത്രത്തിൽ പോയിട്ട് തങ്കത്തിന് കുറച്ച് വെള്ളം അടിച്ചോണ്ട് കൈ കഴുകും. ഏട്ടൻ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് ഈ പാത്രത്തില് ചെല്ല്. എടി നീ പോ. അവിടെ അമ്മ ബാത്റൂമിൽ കിടന്ന് വെള്ളം വെച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പോയി സമാധാനിപ്പിക്കട്ടെ. പിന്നെ എന്താ സമാധാനിപ്പിക്കാൻ? പിന്നെ പറയണ്ടേ അല്ലെങ്കിൽ ഒരു പണി എടുക്കരുത്. അമ്മ കറണ്ട് ഇല്ലാത്തോണ്ട് പിന്നെ എന്റെ പാത്രം ചളുക്കി. പിന്നെ കയ്യും പോയി. എന്തുവാണ് ചേച്ചി ഇത്? വെള്ളം തന്നേ. ഞാനും വെള്ളത്തിന് അങ്ങോട്ട് വരുന്നത്. ഇവിടെ വെള്ളമില്ലേ? ഇവിടെ ഒരു തരി വെള്ളമില്ല, കറണ്ടും ഇല്ല. എന്റെ ലില്ലി, കറണ്ട് പോണതിന് വെള്ളം എടുത്ത് വെക്കണ്ടേടി. ചേച്ചിക്ക് വെള്ളം എടുത്ത് വെക്കാറുന്നല്ല. ഇതിപ്പോ ഞാൻ ചോദിച്ച ചോദ്യം കൂടി തിരിച്ചു വെക്കാനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങനെ വെള്ളം എടുത്തൊന്നും വെക്കാറില്ല. പൈപ്പിൽ നിന്നല്ലേ എടുക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യും? കിണറ്റിന്ന് കോരാൻ പാ. എന്റെ കൈ കണ്ടാ? ചേച്ചി തന്നെ കോരണം പാ. വെള്ളം എവിടെ? സംഭവിച്ചാല് കറണ്ട് പോയി. കറണ്ട് പോയതിനാണ് ഇപ്പൊ ഇതെല്ലാം നിന്ന് പോയത്. നമ്മൾ നേരത്തെ അടിക്കാനും വിട്ടുപോയി. ഇപ്പൊ ഞാന് ലില്ലിയുടെ അടുത്ത് കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. തങ്കത്തിന്റെ അടുത്തോട്ട്. അമ്മ എന്തോന്ന് നിന്ന് കാലെടുക്കുന്ന ഒരു കസേര എടുത്തിട്ടാ. ഓ ഇപ്പൊ കൊണ്ടുവരാം. ഇപ്പൊ കൊണ്ടുവരാം. ലില്ലി ഇത് പാടാൻ നോക്കണേ. ക്ലീറ്റോ വന്നേ. നടക്കേച്ചി പോ, വരും. വന്നേ. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കരുത്. എന്തായി? നീ ആദ്യം ടാപ്പ് തുറന്നു നോക്ക്. ടാപ്പ് തുറന്നു നോക്ക്. മോട്ടർ അടിച്ചാ? പിന്നെ അടിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞു തുറന്നു നോക്ക്. ആരടിച്ച്? ഞാൻ അടിച്ചടേ. ഞാൻ അടിച്ചടേ. ആദ്യം കറണ്ട് ഉണ്ടോ നോക്ക്. കറണ്ട് പോയി.
ഒന്ന് വിളിച്ചേ. കറണ്ട് ഇല്ലെങ്കിൽ ഒരു മോട്ടറും വർക്കില്ല. ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആണോ? കറണ്ട് ഇല്ലെങ്കിൽ മോട്ടർ വർക്ക് ചെയ്യൂലേ? എനിക്കറിയില്ലായിരുന്നു. ഇലക്ട്രിസിറ്റി ഓഫീസിലോട്ട് വിളിക്കാൻ. അതങ്ങനെ പറ. വിളിക്കാൻ പറഞ്ഞാൽ ഇവിടെ കിടന്ന് ഞാൻ കൂടി വിളിച്ച കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കരുത് സമയത്ത്. കള്ളക്കണക്ക് എഴുതാനല്ലേ കുറച്ച് ചുമ്മാ കഴിഞ്ഞിട്ട് ഇരുന്നോ. അല്ല പിന്നെ കറണ്ട് വരില്ല. നമസ്കാരം JCB. എനിക്ക് വയ്യ. ഞാൻ ക്ലീറ്റസ് മർത്തായാണ് DDT. ഇവിടെ കറണ്ട് ഇല്ല. കൺസ്യൂമർ നമ്പറാ. കൺസ്യൂമർ നമ്പർ ഇല്ലാതെ നിങ്ങൾക്ക് ഇത് നോക്കാൻ പറ്റില്ലേ? എന്നാ നീ നോക്കണ്ടേ? ഞാൻ വൈദ്യുതി മന്ത്രി വിളിച്ചോളാം. എടാ ഞാൻ താമസിക്കുന്ന വീട് ഏരിയ നിനക്ക് അറിയാമല്ല. ഞാൻ വൈദ്യുതി മന്ത്രിയെ കൊണ്ട് വിളിപ്പിച്ചോളാം. അത് നീ വെച്ചേരാ. ഓങ്കാര് കൺസ്യൂമർ നമ്പർ. ഞാൻ എന്തിനാ വിളിച്ചത്? നിങ്ങൾ എന്താ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്? പ്രശ്നം എന്താണ്? തിരുവാതിര കളിക്ക് ആളെ കിട്ടിയിട്ടില്ല, അതാ ഇപ്പൊ പ്രശ്നം. ഒരാളെ ഞാൻ തരാം. എൻ്റെ അമ്മായിയമ്മ അപ്പുറത്ത് വന്നിട്ടുണ്ട്. മതിയാ? ക്ലീറ്റോ ചേട്ടാ വെള്ളം വേണം, അത് തന്നെ പ്രശ്നം. കൈ പോലും കഴുകാൻ വെള്ളം കറണ്ട് ഇല്ല. ഇതിപ്പോ സംഭവം ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ എന്തിയോടെ വെള്ളം കോരല്ലാതെ പിന്നെ ഇപ്പൊ എന്താ ചെയ്യണത്? എനിക്ക് തോൾവേനയാണ്, കോരാൻ പറ്റൂല. ഞാൻ കോരിക്കോളാം, എനിക്ക് കുഴപ്പമില്ല എൻ്റെ പൊന്നെ. ആദ്യം ആ തൊട്ടി, നിങ്ങൾ അവിടെ ആയിരിക്കും തൊട്ടി, ഇവിടെ കാണാനില്ല തൊട്ടി. അവിടെ തൊട്ടിയിരിക്കണം. ഇവിടെ ഇല്ല. ചായപ്പിലും കാണോടി. ചായപ്പില് തൊട്ടിയൊന്നുമില്ല. ചായപ്പിലില്ല, തട്ടിന്റെ മുകളിലുണ്ടാവും ചിലപ്പോ. തട്ടിന്റെ മുകളിലൊന്നും ആക്രിക്കാരെല്ലാം എടുത്തോണ്ട് പോയി കാണും ഇവിടെ കിടന്ന്. ഇവിടെ എല്ലാ സാധനം അങ്ങനെ തന്നെയല്ല. ചായപ്പി പോയി നോക്കട്ടെ എന്നാ. അങ്ങോട്ട് അമ്മ അവിടെ കിടന്ന് ചാടുന്നു. എന്തിനു? അമ്മ കയ്യും കാലും മുഖം കഴിയാൻ വേണ്ടി ബാത്റൂമിനകത്ത് കയറിയതാ. സോപ്പ് മുഖത്ത് തേച്ചപ്പോഴത്തേക്കല്ലേ വെള്ളം ഇല്ലെന്ന് അറിയണത്. അവിടെ കിടന്ന് നിലവിളിച്ച് ബോധം കെട്ട് വീഴും. ഇന്ന് ആശ്വസിപ്പിക്കുന്നതെന്ന്. നീ അങ്ങോട്ട് എന്നാ പോരെ? ഞാനും അരിച്ചറായിരുന്നു ഉറഞ്ഞു നിൽക്കുന്നു. തന്തയൊക്കെ വിളിച്ചിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. ശരി. വന്നപ്പോൾ മുതലേ ചോദിക്കണം എൻ്റെ ക്ലീറ്റോം ഉണ്ടായിരുന്നു എനിക്ക് ഈ ഗതി വരില്ലെന്ന്. എന്നെ? ചുമ്മാ സത്യമാടാ. അതുകൊണ്ട് എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഞാൻ ജീവനോട് നിൽക്കല്ലേ, ചത്തില്ലല്ലോ. അതുകൊണ്ടല്ല, ആശ്വസിപ്പിക്കാനേ. സോപ്പന്മാർ മുഖത്ത് ഞെട്ടിക്കല്ലേ. നീ നിന്ന് പറ, നിന്നെ വലിയ കാര്യമല്ലേ? അതേ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല അമ്മയ്ക്ക് അറിയാം. ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലും കാര്യം എഴുതി പറഞ്ഞാലും എന്നോട് ഭയങ്കര കാര്യമാണ്. കയ്യിലെന്താ എന്തൊക്കെയാണ് ഇവിടെ എവിടെ ഉണ്ടെന്നാ പറയണത്? ഇവിടെ ഇല്ല. എന്തായാലും അവിടെ ഇല്ല. എന്റെ വിചാരം നിങ്ങൾ കൊണ്ടുപോയി അവിടെ തട്ടുമ്പുറത്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി തട്ടുമുറത്ത് കഴിഞ്ഞ ദിവസം ഞാൻ വിളക്കെടുക്കാൻ വേണ്ടിട്ട് കേറിയതാണ്. അപ്പൊ ഞാൻ നോക്കിയില്ലല്ലോ. പിന്നെ എനിക്ക് കണ്ണില്ലേ? പിന്നെ ആ ഇരുട്ടത്ത് അല്ലെങ്കിൽ മര്യാദ എനിക്ക് കണ്ണു കാണാൻ. സുലി ചേച്ചി വന്ന് ചോദിച്ചായിരുന്നല്ലോ. എനിക്കറിയില്ല കേട്ടോ, എന്നോട് ചോദിച്ചില്ല. അപ്പൊ അത് പക്ഷെ കൊടുത്തില്ല. നീ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തില്ല പോടുന്നു. നീ കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ സുലി ചേച്ചി വന്നൊരു സാധനം ചോദിച്ചാൽ കൊടുക്കാതിരിക്കോ? അതൊക്കെ പഴയ പാത്രങ്ങളും അതും ഇതൊക്കെ. ഇതിനകത്തൊന്നുമില്ല മോനെ. നീ അങ്ങനെ ക്ലീറ്റോ വല്ലതിനും എടുത്തോണ്ട് പോയിട്ടുണ്ടാവോ? ക്ലീറ്റോ ചേട്ടൻ എന്തിനാ തൊട്ടി? ക്ലീറ്റോ ചേട്ടൻ എന്തിനാ? ക്ലീറ്റോ ചേട്ടൻ വെള്ളം കോരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ക്ലീറ്റോഞ്ഞ എന്തിനാന്നോ? പശ കുഴക്കണത് എന്തിനാത്താ? മൈദ പോസ്റ്റർ ഒട്ടിക്ക്. എന്നിട്ട് ചേച്ചി എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ? ഞാൻ വെച്ചിട്ടില്ല. ഞാൻ കൊറേ നാളായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ ഇല്ല. കണ്ടിട്ടില്ലല്ലോ കൊറേ നാളായിട്ട്. ഇരിക്കണം എന്തോ. അങ്ങോട്ട് വിളിച്ച് ക്ലീറ്റോ കൊണ്ടുവന്നിട്ടേക്കണത് തന്നെയാ. അതേടി. നടക്കങ്ങോട്ട്. തുരുമ്പെടുത്തായിരുന്നു. കിട്ടിയടാ? കിട്ടിയാ? ഇതാണ് തട്ടിന്റെ വെളി ഇരുന്നു പറഞ്ഞു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതതിനകത്ത് അടി കിടക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞോ? അതൊന്ന് മാറ്റിയേട്ടാ. വെയിറ്റ് ആണ്. എന്തെന്നാ ഇതിട്ട് എടുത്തോ. അതിന്റെ അറ്റം കൊടുക്കവന്. ഇതല്ലേ? സൂക്ഷിച്ചു കയറണേ. രക്ഷപ്പെട്ടെന്റെ പൊന്നെ. ഇത്രയും നീളമൊന്നും വേണ്ടായിരുന്നു. അതിനു വേണ്ടി മുറിച്ച് കളയാൻ പറ്റുമോ? കയറല്ലേ? അയ്യോ. അതൊക്കെ കെട്ടായി. അതെങ്ങനെയാ എടുക്കുന്നത്? ഇങ്ങനെ എല്ലാരും നീ എങ്ങനെ പെൺപുല്ലി കൊണ്ട് നടക്കണത്? നീ ഇങ്ങനെ ആയി. കോരാ. ഞാൻ പറയാം.
ആകെ മേഘം ഒന്നും പറഞ്ഞാണല്ലോ കിടക്കുന്നത്. അത് സ്ഥിരമായിട്ട് വരാത്തോണ്ട് ഉപയോഗിക്കാത്തോണ്ടാന്ന് ഇതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് കിണർ അനങ്ങണം, ഇടയ്ക്ക് വെള്ളം ഇടിച്ച് കോരണം. അതാണ് പറഞ്ഞത്. സമയമില്ലാത്ത സമയത്താണ് അനക്കണത്. അതല്ല പറഞ്ഞത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്ന് പറയായിരുന്നു. എന്താ ആ ബക്കറ്റ് എടുത്ത് വെക്കാണ്ട് പോയി കൊണ്ടുപോ. ആ പാത്രം കൂടെ എടുത്തേക്ക് ചേച്ചി. അയ്യോ 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 ഇത് പോയി. എന്തോടി? അയ്യോ, പോയി. ചേച്ചി എന്താ ചെയ്തത്? ഞാനാ ഞാൻ കോരി വെള്ളം അങ്ങ് തന്നില്ലേ, അത് അങ്ങോട്ട് ഒഴിക്കണ്ടേ? കലെടുക്കാൻ പോയപ്പോ അത് പിടിക്കണ്ടേ നിങ്ങള്? അത് പിടിച്ച് ആളെക്കണ്ടേ നീ? എന്ത് അവൻ ഇതിനേക്കാളും പോകുന്നുണ്ടടി. എന്തുവാണ് ചേച്ചി ഇത്ര മുള്ള നിൽക്കുമ്പോഴാണ് ചേച്ചി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിക്കണത്? ഇനി ഇതെങ്ങനെ എടുക്കും? ഇപ്പൊ പാതാളക്കണ്ടി വേണം, അല്ല അവന് എല്ലാം പോയില്ലേ? അതിന് എവിടെ കിട്ടും? പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഇനിയിപ്പോ എവിടെ പോയി വാടകയ്ക്കെല്ലാം എടുത്തോണ്ട് വരണം. എന്നാ പോയി എടുത്തിട്ട് വായട്ടാ. എന്ത് പറയാനാ നോക്കി, അതൊന്നും നിനക്കൊരു കൈ കൊണ്ട് പിടിക്കാറുന്നില്ലേ? അതിന് അങ്ങോട്ട് ഞാൻ കൊടുക്കാൻ ഇവിടെ അല്ലേ ചേച്ചി നിക്കുന്നത്, എനിക്ക് എങ്ങനെ പിടിക്കാനാ? എന്നിട്ട് ഞാൻ പിടിച്ചു, പക്ഷെ എന്റെ വിട്ടുപോയി. എന്റെ ദൈവമേ, ഇത് നേരം വെളുത്തപ്പോ തൊട്ട് കഷ്ടകാലമാണ്. എടി കയറ് കാണാൻ പറ്റുന്നുണ്ട്, എടുക്കാൻ. എന്നാ ചേച്ചി ഒന്ന് ഇറങ്ങി എടുക്ക്. ഉടനെ ഇറങ്ങണ കാര്യമാണോ പറയുന്നത്? പിന്നല്ലാതെ. തൊട്ടടുത്ത് നിന്ന് അവർക്ക് അതൊന്ന് പിടിക്കാൻ ഇവിടുന്ന് പറ്റില്ല. കയറ് കണ്ട എങ്ങനെ എടുക്കാനാണ്? എടുക്കാൻ പറ്റുമോ? പാതാളക്കാരൻ്റെയും കൊണ്ട് എടുക്കാൻ കൊണ്ടുവരട്ടെ. ആ തൊട്ടടുത്ത് നിന്ന് വെച്ചതാ, എന്നിട്ട് അവർക്ക് അതൊന്ന് ചേച്ചി ഞാൻ പിടിച്ചു എന്നിട്ട് കിട്ടിയില്ല. എന്നിട്ട് പിന്നെ അത്ര ശക്തിയിലാ പോയത്. ഇത് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഒന്നോട്ട് ചെയ്യാനും കഴിയൂല. പിന്നെ എടി കറണ്ട് വന്ന്. എന്റെ ദൈവമേ, ഭാഗ്യം. തൊട്ടി കിട്ടിയാടി? തൊട്ടി കിട്ടി. വെള്ളം കോരിയപ്പോ തൊട്ടി കിണറ്റി വീണ് പോയി. പോയാ? പോവുമല്ലോ, പോണം. എനിക്കറിയാം അത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഒറ്റയാണതിന് ഉത്തരവാദിത്തമില്ല. അല്ലെങ്കിൽ വെള്ളമില്ല, കറണ്ടില്ല, ഇത് അറിഞ്ഞൂടെ? ഉടനെ തൊട്ടിയെടുത്ത് കിണറ്റിനകത്താൻ കിട്ടും. അപ്പോൾ സമാധാനമായില്ല എല്ലാം. കാണാൻ പോലും പറ്റില്ല. നന്നായിരിക്കും. ഇന്നെല്ലാം വെള്ളം കൂടി മുട്ടി ഇന്ന്. ആ ഇവിടെ എന്താ കഴിച്ചു വെച്ചിട്ട് പരിപാടി? ഇവിടെ നടന്ന പുകിലൊന്നും നീ അറിഞ്ഞില്ലേ? എന്ത്? എടാ കറണ്ടില്ല, അവിടെ ടാങ്കിൽ വെള്ളമില്ല, മോട്ടർ അടിക്കാൻ പറ്റില്ലല്ലോ. ആ അമ്മയാണെങ്കിൽ ബാത്റൂമിനകത്ത് നിൽക്കുക സോപ്പൊക്കെ തേച്ചിട്ട്. അവർക്ക് വെള്ളമില്ല, അവർ തെറി വിളിച്ചോണ്ട് ഞാൻ എനിക്കും കേട്ടിപ്പോൾ കുറച്ച് തെറി. അതിനിടയിൽ തൊട്ടി ചായ്പിന്ന് എടുത്തോണ്ട് ഇപ്പോൾ തൊട്ടിയും കിണറ്റി പോയി. ഇനിയിപ്പോൾ വെള്ളം കൂടി മുട്ടി ഇന്ന് കുളിയും തന്നെ എല്ലാം മുട്ടി ആകെ മുടങ്ങി. അത് പറ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കനം വെച്ച സ്പീഡ് അങ്ങോട്ട് പോകുന്നു. എവിടെ പോകുന്ന വെച്ചാൽ പറയാം, പാതാളക്കണ്ടി എടുക്കണോ കുറഞ്ഞ ഒരൊറ്റ നോട്ടം. രണ്ടാ ചോദിച്ചിട്ടൊന്നും പറഞ്ഞതുമില്ല. പാതാള കറണ്ട് കിട്ടിയത് എടുക്കാൻ പറ്റുമോന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ആഴമുണ്ട് ഇത്. ഈ കുഞ്ഞാങ്കണ്ടി ഇറങ്ങാം പാതാളക്കണ്ടി. ഇത് കുഞ്ഞാൻ കിണറാ? പിന്നല്ല എന്ത്? എടാ അതിൻ്റെ ആഴം അങ്ങോട്ട് നോക്കണം, അത് അങ്ങോട്ട് കാണാൻ പറ്റണല്ലേ. നല്ല ആഴമുള്ള കിണറാണ്. കൊടങ്ങാവള കുടുംബത്തിലെ കിണർ വെച്ച് നോക്കാൻ ഇതും കണ്ട ഒരു ആഴമാണ് മച്ചമ്പിയത്. കുടുങ്ങാവളയുടെ കിണറെന്ന് പറയുന്നത് കുറച്ചുകൂടെ വട്ടമുണ്ട്, നല്ല വലിപ്പമുള്ളതാണ്. അതിന് ഇത് വട്ടക്കുറവാണ്, ആഴമുണ്ട്. താഴോട്ട് പോയി ശ്വാസം കിട്ടൂല. ശ്വാസം കിട്ടാതിരിക്കാൻ എന്തോ? എടാ ഇത് ചുറ്റും പായൽ കിടക്കുകയാണ്. അതിൽ അങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയാൽ കാല് തന്നെ താഴെ വീണാൽ പിന്നെ പൊടി പോലും കിട്ടൂല. പൊടി കിട്ടാതിരിക്കാൻ എന്തോ മുതലേ വളർത്തുന്നുണ്ടോ? കടുവണ്ടോ അതിനകത്ത്? മച്ചമ്പി പഞ്ചായത്ത് കിണറൊക്കെ ഇറങ്ങിയിട്ടുള്ളതിൽ ഈ കുഞ്ഞാങ്കലത്ത് ഇറങ്ങി ഇങ്ങനെ പേടിക്കേണ്ട കാര്യം പറഞ്ഞാൽ മനസ്സിലായാൽ പിന്നെ നീ അങ്ങ് ഇറങ്ങും. ഞാൻ ഇറങ്ങാനോ? പിന്നെ മച്ചമ്മയുടെ നമ്മന്റെ വീട്ടിലെ കണ്ടിട്ട് മച്ചമ്മ കൊണ്ടു ഒരൊറ്റ ചവിട്ട് വെച്ചെന്നുണ്ടല്ലോ എടുത്തിനകത്തുള്ള കഴിഞ്ഞപ്പോൾ കളിക്കണ നീ. ഞാൻ ഇറങ്ങാം, നീ വലിയ ഈ വിനോദം പറഞ്ഞല്ലോ, അങ്ങോട്ട് ഇറങ്ങ്. ശരി. എൻ്റെ അത്ര ഹൈറ്റിലുള്ളൊരു തോട്ട, അതിന് മേലേക്കൊരു തോട്ട, അതിൻ്റെ അറ്റത്താണ് ഇങ്ങനെ യു ഹോവലൊരു സാധനം കെട്ടിക്കൊണ്ടോ. എടേ റൊണാൾഡോ, ഞാൻ ഒരു കാര്യം പറയാം. നീ ആവശ്യമില്ലാത്ത എടുത്തിയാട്ടെന്ന് കാണി ഇറങ്ങണ്ട. ഇത് തീയിൽ കുരുത്തവനെ വെയിലത്തെ ചൂട് കാണിച്ച് പേടിപ്പിക്കല്ലേ മച്ചമ്പി. ഇതിലും വലിയ എൻ്റെ ഒക്കെ ഇറങ്ങിയിട്ടുള്ള മച്ചമ്പി അതിഞ്ഞോട്ട് കൊണ്ടുപോകും സാധനം. കമ്പ് എത്ര നീളമുള്ളത് വേണം? എൻ്റെ അത്രയും നീളം, അതിൻ്റെ അത്ര എങ്ങനെ നീളം, പിന്നെ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വളഞ്ഞു ഓരോ സാധനം ഇങ്ങനെ കോരി എടുക്കും നമ്മൾ. ഈ കുഞ്ഞാങ്ങടത് ഞാൻ നോക്കട്ടെ, അവിടെ തടിയ നോക്കട്ടെ, നോക്കിയിട്ട് ഉണ്ടെങ്കിൽ എടുത്ത്. പാതാളക്കാരനെയും കൊണ്ട് വരും, നമ്മൾ തൊട്ടി കൊണ്ട് ഇവിടെ കോരുന്ന കാണിക്കാം. മാസമായിരിക്കും മാസ്. അതൊക്കെ നോക്കാം. ഇതിലും വലിയ കണറ്റി ചാടി ഇറങ്ങി കോരി മീനെ വരാലിനെ വരെ പിടിച്ചിട്ടുള്ള അമ്മടുത്തായി കളി. എന്തോന്നാ റൊണാൾഡേ? തൊട്ടി കണ്ടിപ്പോയി ഇറങ്ങിയെടുക്കാനുള്ള പരിപാടിയാ. എന്റെ പൊന്നെ, അബദ്ധമൊന്നും കാണിക്കല്ലേ. മരുതൻകുഴിയിലേ ഇന്നാളൊരാൾ ഇതുപോലെ തൊട്ടി എടുക്കാൻ വേണ്ടി ഇറങ്ങി, തന്നെ ശ്വാസം മുട്ടി ചത്തുപോയി. ഒരു തൊട്ടിയല്ലേ ഉള്ളൂ. നീ എൻ്റെ കൂടെ വാ, ഞാൻ അടുത്ത് തരാം. ഉണ്ടോ തൊട്ടി? ഞാൻ വരാം. വെറുതെ ഇറങ്ങി നല്ല ജീവൻ പോയാലേ പിന്നെ അല്ലാതെ റോസ്മേരി വിധവയാവും. ഞാൻ തീർന്ന ഉടനെ അവൾ കല്യാണം കഴിക്കും. അപ്പം എൻ്റെ പിള്ളേരാരും നോക്കും. വാ. എടാ റൊണാൾഡോ, ഇതേ അവിടെ ഇവിടെ കുറേ അലഞ്ഞിട്ട്
ഏയ് റൊണാൾഡേ 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 ശങ്കർ ഏയ് ലിലോ റൊണാൾഡോനെ കാണാനില്ല അവൻ കെട്ടി പോയി ഓ അയ്യോ കെട്ടി പോയി എന്റെ അടുത്ത് കമ്പെടുത്തോണ്ട് ഞാൻ പറഞ്ഞു ഫയർഫോഴ്സിനെ വിളിക്കുന്നു ഞാൻ പറഞ്ഞു ഇറങ്ങല്ലേ ഇറങ്ങല്ലേ കമ്പെടുക്കാൻ പോയി കമ്പെടുത്തോണ്ട് ഒന്ന് വിളി ഫയർഫോഴ്സ് ആൾക്കാരെങ്ങനെ ആരെയും വിളി അയ്യോ എന്താ കാണുന്നത് കേട്ടോ എന്റെ ചെറുക്കം പോയേ വായി നോക്കി കടകനല്ല പോയത് ഞാൻ കമ്പെടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ നിന്നെ കാണാനില്ല നിന്റെ ഷർട്ട് അവിടെ ഇരിക്കണ മൊബൈലിൽ ഇരിക്കണ ഞാൻ വിചാരിച്ചു നീ കരട്ടി പോയെന്ന് ഞാൻ കെട്ടി ഇറങ്ങാൻ നേരം താലയിലെ സുരിച്ചേച്ചി വന്നിട്ട് തൊട്ടി കയറി തരാന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ പോയതല്ലേ. ഒരു വാക്ക് പറഞ്ഞിട്ട് പൊക്കി നടക്കില്ലേ. ഒരാളെ കാണാതായ ഉടനെ കിണറ്റി ചാടി എന്നാണല്ലോ പറയണത്. സാഹചര്യം വെച്ച് നോക്കി അങ്ങനല്ലേ വിചാരിക്കും.